لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് ത്വഹാറയിൽ വുളൂവുമായി ബന്ധപ്പെട്ട വുളൂവിന്റെ ഫളലിനെയും അതുപോലെ വുളൂ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാകും, അല്ലെങ്കിൽ അതിനുള്ള പാപങ്ങൾക്കൊരു പ്രായശ്ചിത്തമാകും എന്നറിയിക്കുന്ന ഹദീസുകളാണ്. അതിൽ അടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അന്നഹു ഉതിയ ബിതഹൂരിൻ വഹുവ ജാലിസുൻ അൽ മഖാഇദ്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സന്ദർഭത്തിൽ വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. ഫതവല്ലഅ ഫഅഹ്സന അൽ-വുളൂഅ ثم قال, എന്നിട്ട് നല്ല രീതിയിൽ വുളു എടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദഉ വഹുവ ഫീ ഹാദൽ മജ്ലിസ് ഫഅഹ്സന അൽ-വുളൂഅ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട് ഈ സദസ്സിൽ വെച്ച് വുളു എടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു. ثم قال, എന്നിട്ട് പറഞ്ഞു, മൻ തവദ്ദഅ മിസ്ല വുളൂഇ ഹാദാ, ഞാൻ ഈ വുളു എടുത്തതുപോലെ വുളു എടുക്കുകയും ثم أتى المسجد, അങ്ങനെ മസ്ജിദിലേക്ക് എത്തുകയും ഫറക്കഅ റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കുകയും ثم ജലസ, പിന്നെ മസ്ജിദിൽ ഇരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. ഖാല വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്തറു, നിങ്ങൾ ഇതിൽ വഞ്ചിതരായി പോകരുത് എന്നും പറഞ്ഞു. അതായത് ഇതിൽ മസ്ജിദിൽ പോവുക, അതുപോലെ തന്നെ അവിടെ തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കുക എന്നുള്ളത് ഈ വുളു എടുത്ത് നിസ്കരിക്കുന്നതിനുള്ള നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ വുളു നല്ല രീതിയിൽ എടുക്കുകയും 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതും പാപം പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അതോടൊപ്പം മസ്ജിദിലേക്ക് എത്തുകയും മസ്ജിദിൽ തഹിയ്യത്ത് നിസ്കരിക്കുകയും എന്നിട്ട് ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് അല്ലാതെയുള്ള പ്രതിഫലവും കൂടി ലഭിക്കുന്ന കാര്യമാണ്. അപ്പോ പാപങ്ങൾ സംഭവിച്ചു പോയാൽ, നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടാനൊക്കെയുള്ള ഒരു മാർഗം കൂടിയാണ് നല്ല രീതിയിൽ വുളു എടുക്കുകയും എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുക എന്നത്. വഅൻഹു അയ്ളൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്തറു എന്ന് പറഞ്ഞു, നിങ്ങൾ വഞ്ചിതരായി പോകരുത്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ എളുപ്പത്തിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പാപം യഥേഷ്ടം ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറിപ്പോകരുത്. കാരണം പാപം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനോ അല്ലെങ്കിൽ ഇതുപോലെ അമലുകൾ ചെയ്യാനോ ഉള്ള തൗഫീഖ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അന്നഹു ദഅ ബിമാഇൻ ഫതവദ്ദഅ ثم ضحك. ഒരിക്കൽ നബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറയുകയും അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് വുളു എടുത്തതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഫഖാല ലി അസ്ഹാബിഹി, എന്നിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, അലാ തസ്അലൂനി മാ അദ്ഹകനി, എന്നെ എന്താണ് ചിരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിരിക്കാനുള്ള കാരണം എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഫഖാലു, അപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ചോദിച്ചു, മാ അദ്ഹകക യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറെ, നിങ്ങൾ എന്താണ് നിങ്ങൾ ചിരിപ്പിച്ച കാര്യം? ഖാല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ കമാ തവദ്ദഅതു ثم ضحك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വുളു എടുത്തതുപോലെ വുളു എടുക്കുകയും എന്നിട്ട് ചിരിക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അലാ തസ്അലൂനി മാ അദ്ഹകക, എന്താണ് എന്നെ ചിരിപ്പിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഫഖാലു, അബു സഹാബികൾ ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? ഫഖാല, അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ ദഅ ബിവദൂഇൻ, ഒരടിമ അവനെ വദൂഇന് ആവശ്യപ്പെടുന്ന, വദൂ എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വദൂ എന്ന് പറയുക, വാവിന് ഫത്ഹയിട്ടിട്ട്. ആ വദൂ ആവശ്യപ്പെടുകയും കൊണ്ടുവരികയും ഫഗസല വജ്ഹഹു, അങ്ങനെ അതിൽ നിന്ന് അവന്റെ മുഖം കഴുകി. ഹത്തല്ലാഹു അൻഹു കുല്ല ഖതീഅത്തിൻ അസാബഹാ ബിവജ്ഹിഹി, അവന്റെ മുഖം കൊണ്ട് അവൻ സംഭവിച്ചിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും പാപങ്ങളും അല്ലാഹു അവനിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്.
ഫൈദ ഗസല ദിറാഇഹി കാന കദാലിക്, അവന്റെ കൈ കഴുകുമ്പോൾ അതും അതുപോലെ തന്നെ. വഇദ തഹറ ഖദമൈഹി കാന കദാലിക്, കാല് കഴുകുമ്പോൾ അതുപോലെ തന്നെ. അഥവാ കൈകൊണ്ടും കാലുകൊണ്ടും സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നതാണ്. വുളു എന്നുള്ളത് അത്രയും മഹത്തായി നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള. പല ആളുകളും വുളു എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള വെറുതെ ഒരു ശരീരത്തിൽ അഴുക്ക് കളയാനുള്ളത് എന്ന് മാത്രം ധരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് മാത്രം. അങ്ങനെ മാത്രമല്ല, പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടാൻ അതിനൊരു പ്രായശ്ചിത്തമാകാനുള്ള മാർഗം കൂടിയാണ് വുളു എന്നത്. അടുത്ത ഹദീസ് വഅൻ അബ്ദുല്ലാഹ് അസ്സുനാബിഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅ അൽ അബ്ദു ഫമദ്മദ ഖറജത് അൽ ഖതായ മിൻ ഫീഹി, ഒരു അടിമ വുളു എടുക്കുകയാണ്, ആ സമയത്ത് വായിൽ വെള്ളം കയറ്റി കുപ്പിളിക്കുമ്പോൾ വായ കൊണ്ടുള്ള അവന്റെ പാപങ്ങൾ അതിൽ നിന്ന് ഒഴിവാകും. ഫൈദസ്തൻസറ ഖറജത്തിൽ ഖതായ മിൻ അൻഫിഹി, അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അതുപോലെ പാപങ്ങൾ ഒഴിവാക്കപ്പെടും. ഫൈദ ഗസല വജ്ഹഹു ഖറജത്തിൽ ഖതായ മിൻ വജ്ഹിഹി, അവൻ മുഖം കഴുകുമ്പോൾ അവന്റെ മുഖത്ത് നിന്നുള്ള പാപങ്ങൾ ഒഴിവാകും. ഹത്താ തഖ്റുജ മിൻ തഹ്ത അശ്ഫാരി ഐനൈഹി, അവന്റെ കൺപോളയുടെ താഴ്ഭാഗത്തിൽ നിന്ന് വരെ പാപങ്ങൾ ഒഴിവാക്കപ്പെടും മുഖം കഴുകുമ്പോൾ. ഫഇദ غسل يديه خرجت الخطايا من يديه حتى تخرج من تحت أظفار يديه من تحت أشفار عينيه, കണ്ണുകളുടെ പോളയുടെ താഴത്ത് നിന്ന് ഒഴിവാക്കപ്പെടും പോലെ തന്നെ കൈ കഴുകുമ്പോൾ നഖത്തിന്റെ അടിയിൽ നിന്ന് വരെ അവന്റെ പാപങ്ങൾ ഒഴിവാക്കപ്പെടും കഴുകി കഴിയുമ്പോൾ. ഫൈദാ മസ്ഹ ബിറഅസിഹി ഖറജത്തിൽ ഖതായ മിൻ റഅസിഹി, തല തടമ്പോൾ തല കൊണ്ടുള്ള പാപങ്ങൾ ഒഴിവാക്കപ്പെടും. ഹത്താ തഖ്റുജ മിൻ ഉദ്നൈഹി, അവന്റെ ചെവിയിൽ നിന്ന് വരെ പാപങ്ങൾ ഒഴിവാകുന്നു. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത്തിൽ ഖതായ മിൻ റിജ്ലൈഹി, കാല് കഴുകുമ്പോൾ കാലിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരി റിജ്ലൈഹി, അവന്റെ കാലിന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തു നിന്ന് വരെ. ثم كان مشيه الى المسجد وصلاته نافلة, പിന്നെ അവന്റെ മസ്ജിദിലേക്കുള്ള നടത്തവും അവന്റെ നിസ്കാരവുമെല്ലാം അവന് അധികമായി ലഭിക്കുന്ന കാര്യമായി മാറും. അഥവാ പാപം പൊറുക്കാനുള്ള കാര്യങ്ങളാണ് മസ്ജിദിലേക്ക് നടത്തം, നിസ്കാരമൊക്കെ. പക്ഷെ ആ വുദു കൊണ്ട് തന്നെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതിന് നിയ്യത്ത് വേണം. നമ്മൾ വുദു എടുക്കുമ്പോൾ എന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ് എന്ന രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണമായി വുദു എടുക്കാൻ പരിശ്രമിക്കണം. എന്തൊരു മഹത്തായിട്ടുള്ള അവസരമാണിത്. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മഹത്തായ ഒരു അവസരമാണ് വുദു എന്നത്. وعن عمرو بن عبس السلمي رضي الله عنه قال كنت وأنا في الجاهلية أظن أن الناس على ضلالة. عمرو بن عبس رضي الله عنه അദ്ദേഹം പറയാണ്, ജാഹിലിയത്തിലായിരിക്കുമ്പോൾ തന്നെ ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു ആളുകൾ വഴികേടിലാണ്. വന്നഹും ലൈസു അലാ ഷൈഇൻ, അവരിലൊരു കാര്യമില്ല എന്ന്. അഥവാ അദ്ദേഹവും ഇസ്ലാം വന്നിട്ടില്ല, പക്ഷേ ജാഹിലിയത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റാളുകളുടെ അവസ്ഥ കണ്ടിട്ട് ഇതെന്തായാലും ശരിയായൊരു ഹക്കല്ല എന്ന് തോന്നാറുണ്ട്, അവരിൽ ശരിയായിട്ടൊന്നുമില്ല. വഹും യഅ്ബുദൂനൽ ഔസാൻ, അവരതാ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ്. ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഫിത്രത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസമിഅതു ബിറജുലിൻ ഫീ മക്കത യുഖ്ബിറു അഖ്ബാറൻ, അങ്ങനെ മക്കയിൽ ഒരു വ്യക്തിയുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടു. ഫഖഅദ്തു അലാ റാഹിലതി ഫഖദിംതു അലൈഹി, അങ്ങനെ ഞാൻ എന്റെ വാഹനപ്പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫദക്കറൽ ഹദീസ ഇലാ അൻ ഖാല ഫഖുൽതു യാ നബിയല്ലാഹ് ഫൽവുദൂഉ ഹദ്ദിസ്നി അൻഹു, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പിന്നെ ആവശ്യപ്പെട്ടു, എനിക്ക് വുദൂഇനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു. വുദൂഇനെ കുറിച്ച് പറഞ്ഞു തരണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും റജുലുൻ യുഖർരിബു വുദൂഅഹു, നിങ്ങളിൽ ഒരാളുമില്ല അവന്റെ അടുക്കിലേക്ക് വുദൂഇനുള്ള വെള്ളം കൊണ്ടുവരികയാണ്. ഫയുമദ്മിദു വയസ്തൻശിഖു വയസ്തൻസിർ, അങ്ങനെ അവൻ വായ കൊപ്പിളിക്കുകയും മുക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയൊക്കെ ചെയ്തു. ഇല്ലാ ഖററത് ഖതായ വജ്ഹിഹി മിൻ അത്റാഫി ലിഹ്യതിഹി മഅൽ മാ,
ആ വുദു എടുത്ത് കഴിയുമ്പോൾ, മുഖം കഴുകി കഴിയുമ്പോൾ അവന്റെ താടിയുടെ അറ്റത്ത് നിന്ന് വരെ പാപങ്ങൾ ഒഴിവാകാതെ. ثم يغسل يديه الى المرفقين, പിന്നെ അവൻ കൈമുട്ട് ഉൾപ്പെടെ കൈ കഴുകുമ്പോൾ ഇല്ലാ خرت خطايا يديه من انامله مع الماء, അവന്റെ വിരലിന്റെ അറ്റത്തിൽ നിന്ന് വരെ അവന്റെ പാപങ്ങൾ ഒഴിവാകാതെ കഴുകി കഴിയുമ്പോൾ ആ പാപങ്ങൾ അവനിൽ നിന്ന് ഒഴിവാകും. ثم يمسح رأسه إلا خرت خطايا رأسه من أطراف شعره مع الماء, അവന്റെ തല കഴുകുന്ന സമയത്ത് അവന്റെ മുടിയുടെ അറ്റത്തിൽ നിന്ന് വരെ അവന്റെ പാപങ്ങൾ തല തടവുമ്പോൾ പാപങ്ങൾ ഒഴിവാകും. ثم يغسل رجليه إلى الكعبين, പിന്നെ അവന്റെ ഞെരിയാണി ഉൾപ്പെടെ കാല് കഴുകുമ്പോൾ إلا خرت خطايا رجليه من أنامله مع الماء, അവന്റെ കാൽവിരലിന്റെ അറ്റത്തിൽ നിന്ന് വരെ പാപങ്ങൾ ഒഴിവാകും. فإنه قام فصلى فحمد الله تعالى وأثنى عليه ومجده بالذي هو له أهل, അങ്ങനെ അവൻ നിസ്കരിക്കാൻ നിൽക്കുകയും അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ സ്തുതിക്കുകയും പുകഴ്ത്തുകയും എല്ലാം ചെയ്യുമ്പോൾ ففرغ قلبه لله تعالى, അവന്റെ ഖൽബ് അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാകുമ്പോൾ إلا انصرف من خطيئته كهيئته يوم ولدته أمه, അങ്ങനെ അവൻ ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി പൂർണ്ണമായി ഖൽബ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ഒഴിവാക്കി അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ജനിച്ചതുപോലെ, അവൻ ജനിച്ച ദിവസം എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് പാപങ്ങൾ ഒഴിവാക്കപ്പെട്ട് അവൻ മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച ഹദീസിൽ കാണാം. അപ്പൊ സഹോദരങ്ങളെ, വുദു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും നമ്മൾ ചിന്തിച്ചതിനേക്കാളും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെയധികം പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. നമുക്ക് ആ നിയ്യത്ത് വേണം. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയും വേണം. ഇനിയും ധാരാളം വുദുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഫസിൽ വരുന്നുണ്ട്. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.